പ്രൈസ് ദി ലോർഡ്. ബഹുമാന്യ ദൈവദാസൻ പാസ്റ്റർ ജോജി, അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കുന്ന സഹോദരി സഹോദരന്മാർ, അവിടെയുള്ള ദൈവസഭ, നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും ഈ സമയത്ത് അറിയിക്കുന്നു. കഴിഞ്ഞ 2 ദിവസം നമുക്ക് ഒരുമിച്ച് ദൈവവചനം ധ്യാനിക്കുവാൻ ദൈവം അവസരം ഒരുക്കിയത് സന്തോഷത്തോടെ ഞാൻ ഓർക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് ശിഷ്യത്വത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അതിലാദ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞത്, കർത്താവ് നമ്മെ എല്ലാവരെയും രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞ് ശിഷ്യത്വത്തിലേക്കാണ് കർത്താവ് വാസ്തവത്തിൽ വിളിക്കുന്നത്. പലപ്പോഴും ഈ കാലഘട്ടത്തില് അതിൻ്റെ പൂർണ്ണ ഗൗരവം നമ്മുടെ സഭകൾ എന്ന് ഞാൻ പറയുമ്പോൾ വേർപെട്ട സഭയിൽ അത് മനസ്സിലാക്കാതെയാണ് ബഹുഭൂരിപക്ഷം ആളുകൾ അവരുടെ ക്രിസ്തീയ ജീവിതം നയിക്കുന്നത്. അത് ഒരു പക്ഷെങ്കിൽ അവരുടെ അറിവുകേട് കൊണ്ടാകാം. ആ നിലയിൽ ചിന്തിക്കുമ്പോൾ അങ്ങനെ ഒരു ഇഗ്നറൻസ് നമ്മുടെ ഇടയിൽ വരാൻ പ്രധാന കാരണം നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടവർ വേണ്ട നിലയിൽ ഈ ദൈവത്തിന്റെ വചനം നമുക്ക് പറഞ്ഞു തന്നില്ല എന്നുള്ളതാണ്. ശിഷ്യത്വം എന്നുള്ളത്, ഡിസൈപ്പിൾ ആക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചത്, നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ചത്, ശിഷ്യൻ എന്ന് പറഞ്ഞാൽ കർത്താവിനെ അനുഗമിക്കുന്നവൻ. അനുഗമനത്തിന്റെ ഭാഗമായി ഒരു കാര്യം എടുത്ത് നമ്മൾ അല്പമായിട്ടൊന്ന് ചിന്തിച്ചു, യേശുവിന്റെ പ്രാർത്ഥനാ ലൈഫ്. അതാണ് ഇന്നലെ നമ്മൾ ചിന്തിച്ചത്. അധികാരവും ശക്തി അവർക്കുണ്ടായിരുന്നെങ്കിലും ഒരു ഘട്ടത്തിൽ കർത്താവ് അവരോട് കൂടെ ഇല്ലായിരുന്ന സമയത്ത് അവർക്ക് ലഭിച്ച ദൈവശക്തി വേണ്ട നിലയിൽ അവർക്ക് ഒരു ക്രൈസിസ് സിറ്റുവേഷൻ വന്നപ്പോൾ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. അത് പ്രാർത്ഥനാ കുറവാണ്, അവരുടെ വിശ്വാസം കുറഞ്ഞത് കൊണ്ടാണ് എന്ന ചിന്തയിൽ നിന്ന് യേശുവിന്റെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ ഒരു ഭാഗം ഒന്ന് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. അപ്പൊ ശിഷ്യൻ എന്ന കാര്യമാണ് നമ്മൾ ഇന്ന് ഒന്നുകൂടെ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇത് മിക്ക ആളുകളും, ചിലർ വായിച്ചു വിടുന്നതാണ്. നമ്മളെല്ലാവരും ദൈവവചനം വായിക്കുന്നുണ്ട്, ഈ ശിഷ്യൻ എന്ന പദപ്രയോഗമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അത് ഗൗരവത്തിൽ ആളുകൾ എടുത്തിട്ടില്ല. അത് നമ്മുടെ ഇടയിൽ വന്നുപോയ ഒരു വളരെ പ്രയാസമുള്ള കാര്യമാണ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം, അതിൻ്റെ 19-20 വാക്യം ദൈവമക്കളെ ശ്രദ്ധിച്ചാൽ, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ഞാൻ ആദ്യത്തെ നമ്മുടെ മെഡിറ്റേഷനിൽ ഒന്ന് സൂചിപ്പിച്ചതാണ്. ഇത് സാധാരണ നമ്മൾ സ്നാന ശുശ്രൂഷയിൽ വായിക്കുന്ന വാക്യം ആണ്, അതിന് കുഴപ്പമില്ല. എന്നാൽ ഇതിനകത്തെ പ്രധാനപ്പെട്ട കൽപ്പന എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നാം പലപ്പോഴും ചിന്തിക്കാതെ പോകുന്നു. ഇപ്പൊ ഞാൻ ഇത് വായിച്ചല്ലോ, ഒരു വാക്യം കൂടെ വായിക്കാം, എന്നിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം പറയാനാണ് താല്പര്യപ്പെടുന്നത്. മർക്കോസിന്റെ സുവിശേഷം അതിൻ്റെ
16-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 15, പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഞാൻ ഈ വായിച്ച മത്തായിലെയും മർക്കോസിലെയും ഈ 2 വേദഭാഗങ്ങളും ദൈവമൊക്കെ അറിയാം. ഇത് രണ്ടും ഗ്രേറ്റ് കമ്മീഷന്റെ ഭാഗമാണ്. ഇതിനോട് ചേർന്ന് ലൂക്കോസിന്റെ സുവിശേഷം 24-47 മുതലുള്ള വാക്യങ്ങൾ, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 20-21 വാക്യം, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 4, 5, 8 വാക്യം, ഇതെല്ലാം ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന വാക്കുകളാണ്. അപ്പൊ മത്തായിയും മർക്കോസും നമ്മൾ കാണുമ്പോഴേ നാണയത്തിന്റെ 2 വശങ്ങളായി കണ്ടാൽ കുറച്ചുകൂടി കാര്യം മനസ്സിലാക്കാൻ കഴിയും. പൊതുവെ വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് മർക്കോസിന്റെ സുവിശേഷമാണ് ആദ്യം എഴുതപ്പെട്ടതെന്നാണ്. അങ്ങനെയാണെങ്കിൽ മർക്കോസ് 16-15 അവിടെ സ്നാനപ്പെടുന്ന കാര്യമുണ്ട്, സുവിശേഷം പറയുന്ന കാര്യമുണ്ട്, പക്ഷേ ശിഷ്യത്വ കാര്യങ്ങൾ അവിടെ പറയുന്നില്ല. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുക. അവിടെ സുവിശേഷീകരണത്തിനാണ് മുൻതൂക്കം. എല്ലായിടത്തും ഒരു ദൈവ പൈതല് പോയി, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ എല്ലായിടത്തും പോയി സുവിശേഷം പ്രസംഗിക്കണം. ആ സുവിശേഷം, കേൾക്കുന്ന സുവിശേഷം, അത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഇത് നാണയത്തിന്റെ ഒരു വശമാണ്. സുവിശേഷീകരണം ഒരു കൽപ്പനയാണ്. ദൈവസഭയിലുള്ള എല്ലാ രക്ഷിക്കപ്പെട്ട ആളുകളും സുവിശേഷം പറയാൻ കടപ്പെട്ടിരിക്കുകയാണ്. ഭാഗികമായിട്ടെങ്കിലും നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കുന്നവരാണ്. ഓഫീസിലുള്ളവരോട് പറയാവുന്ന നിലയിൽ നമ്മൾ പറയാനൊക്കെ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ യാത്രയിൽ ഒരാൾക്ക് ലിഫ്റ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്നു, അല്ലെങ്കിൽ സുവിശേഷ വേല ചെയ്യുന്ന ആളുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നമ്മൾ ആ നിലയിൽ ശ്രമിക്കുന്നു. ഇങ്ങനെ ഒരുപാട് മീഡിയമിലൂടെ നമ്മൾ ശ്രമിക്കുന്നു. നാട്ടിലൊക്കെയാണ് ട്രാക്ട് കൊടുക്കുന്നവരുണ്ട്, പരിശോധന നടത്തുന്നവരുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. അവിടെ അതിനൊന്നും സാധ്യത ഉള്ള സ്ഥലമല്ല, പരസ്യയോഗത്തിന് സാധ്യതയുള്ള ഒരു സ്ഥലമല്ല അബുദാബി എന്ന് ഞാൻ മനസ്സിലാക്കും. സുവിശേഷീകരണം ഭാഗികമായിട്ടെങ്കിലും നമ്മൾ ചെയ്യുന്നവരാണ്. പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലെ പേഴ്സണൽ ഇവാഞ്ചലിസമാണ് അവിടെ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ളത്. എവിടെയും ഇഫക്റ്റീവ് അതാണ്. അപ്പൊ അതിനുള്ള സാധ്യതകളൊക്കെ നമുക്ക് ഗൾഫ് ഏരിയയിലുണ്ട്. ഇപ്പോൾ ഒരു പാൻഡമിക്കിന്റെ സിറ്റുവേഷൻ ആയതുകൊണ്ട് നമുക്ക് ആ കാര്യങ്ങളൊക്കെ വേണ്ട നിലയിൽ നടക്കുന്നില്ലായിരിക്കാം. എങ്കിലും ഇവിടെ പോലും രക്ഷിക്കപ്പെടാത്ത പലരും അവിടെ വന്നാണ് രക്ഷിക്കപ്പെടുന്നത്. അപ്പൊ അതൊക്കെ പേഴ്സണൽ ഇവാഞ്ചലിസത്തിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ഭാഗികമായിട്ടെങ്കിലും ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഈ മഹാനിയോഗം നമുക്ക് തരുമ്പോൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒരു പരിധി വരെ അനുസരിക്കാറുണ്ട്. ഇനി ആരെങ്കിലും അതിനകത്ത് അനുസരിക്കുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, അതൊരു കൽപ്പനയാണ്. ദൈവസഭയ്ക്ക് ആ കാഴ്ചപ്പാട് ഉണ്ടാകണം. എന്നാൽ നാണയത്തിന്റെ മറുവശം എന്താണ്? ഒരു നാണയത്തിന് 2 വശങ്ങളുള്ള പോലെ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ ഞാൻ വായിച്ചത് നാണയത്തിന്റെ മറുവശമാണ്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. അത് മർക്കോസിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ സുവിശേഷം പ്രസംഗിക്കണമെന്നില്ല. അതുകൂടെ മർക്കോസൂടെ ചേർത്താൽ സുവിശേഷം പ്രസംഗിച്ച് ആ സുവിശേഷം വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം. അതിന്റെ രീതി എങ്ങനെയാണ്? അത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ അതും അനുസരിക്കുന്നു. പക്ഷെ അവിടെ ആ വാക്ക് കണ്ടോ, സ്നാനം കഴിപ്പിച്ചും എന്ന് പറഞ്ഞാൽ സ്നാനം കൊണ്ട് തീരുന്നതല്ല. ഒരുപാട് ആളുകൾ ചിന്തിച്ചിരിക്കുന്നത് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഇനിയെന്താ? ഇനിയെന്തോ? ഇനിയൊന്നുമില്ല. സ്തോത്രകാഴ്ച ഇടണം, ദശാംശം കൊടുക്കണം, പിന്നെ അംഗത്വ ഫോം ഫില്ലപ്പ് ചെയ്യണം ബ്രദറെ, അംഗത്വ ഫോം. ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളാണ് ഒരുപാട് ആളുകളുടെ ചിന്തയിലിരിക്കുന്നത്. അംഗത്വ ഫോം ഫില്ലപ്പ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ അത് ഓരോ സംഘടന വെച്ചിരിക്കുന്ന നിയമം അനുസരിച്ച് ചെയ്യുക. പക്ഷെ ഈ സ്നാനപ്പെട്ട ഈ പുതിയ കൺവേർട്ടിനെ എന്ത് ചെയ്യണമെന്നാണ് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത്? ശരിക്കും 20-ാം വാക്യത്തിൽ ആ പ്രധാന കൽപ്പനയുണ്ട്.
ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത്. വാക്ക് ശ്രദ്ധിച്ചോ? ഒക്കെയും എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു കൽപ്പന പോലും വിടാതെ ഈ പുതിയ കൺവേർട്ട് എൻ്റെ കൽപ്പന അവനെ പഠിപ്പിച്ചിട്ട് അവന് ഇത് പ്രായോഗികമാക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട്, അവിടെ പ്രസംഗമല്ല, ഉപദേശിക്കുക, ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. അതാണ് ക്രിയാപദം. എന്നിട്ട് അത് ചെയ്യുന്നവരോടുള്ള ബന്ധത്തിലാണ് ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്ത്. നമ്മൾ ആ ഭാഗം പിടിക്കും. കർത്താവ് എപ്പോഴും എന്നോട് കൂടെ ഉണ്ട്. അത് ശരിയാണ്. പക്ഷെ കോണ്ടെക്സ്റ്റില് ഈ ശിഷ്യത്വ പരിശീലനം ചെയ്യുന്ന, അതിനുവേണ്ടി ഇറങ്ങിപ്പോയ ആളുകളുടെ കൂടെ ഇരിക്കാമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നാണയത്തിന്റെ ഒരു വശം സുവിശേഷീകരണമാണെങ്കിൽ, നാണയത്തിന്റെ മറുവശം എന്ന് പറയുന്നത് സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെടുന്ന ആളിനെ യേശുവിന്റെ ശിഷ്യനാക്കി മാറ്റണം. അതെങ്ങനെയാ? അവനെ സ്നാനപ്പെടുത്തി കർത്താവ് കൽപ്പിച്ച മുഴുവൻ കൽപ്പനയും അവനെ പഠിപ്പിക്കണം. നിങ്ങൾ അങ്ങനെ ഒരു സഭ കണ്ടിട്ടുണ്ടോ? ക്രമീകൃതമായി യേശു എന്തെല്ലാം കൽപ്പിച്ചിട്ടുണ്ട് അത് ജനത്തെ പഠിപ്പിക്കുക, പ്രസംഗിക്കുകയല്ല, പഠിപ്പിക്കുക. ഇവിടെ ഒരു സൂചന. മർക്കോസിൽ പ്രസംഗിക്കാനും മത്തായിൽ ഉപദേശിക്കുക, പഠിപ്പിക്കാനുമാണ് രേഖപ്പെടുത്തിയത്. പ്രീച്ചിങ്ങും ടീച്ചിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രണ്ടും വേർഡ് മിനിസ്ട്രിയുടെ ഭാഗമാണ്. കർത്താവ് പ്രീച്ചും ചെയ്തു, ടീച്ചും ചെയ്തു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ഹീലും ചെയ്തു. ഈ പ്രീച്ചിങ്ങും ടീച്ചിങ്ങും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. പ്രീച്ചിങ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്ന പ്രൊക്ലെയിം ചെയ്യുക. പണ്ട് കാലത്ത് രാജാക്കന്മാര് കൽപ്പനകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ നിയോഗിക്കപ്പെട്ട ആളുകള് കുതിരപ്പുറത്ത് പോയി അത് വിളംബരം ചെയ്യുമായിരുന്നു. കേൾക്കുക, കേൾക്കുക, രാജാവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറയും, ഹെറാൾഡ് ചെയ്യുക. അത്യുച്ചത്തിൽ ആ സന്ദേശം പെട്ടെന്ന് അറിയിക്കുകയാണ്. പ്രൊക്ലമേഷനാണ്, പ്രഘോഷിക്കുകയാണ്. അതാണ് ശരിക്കും സുവിശേഷ പ്രസംഗം. എന്താ ടീച്ചിങ്? ഈ കേൾവിക്കാരി പ്രഘോഷണം കേട്ട കുറെ ആളുകൾ. ഒരു ഉദാഹരണം, ഇന്ന തീയതി മുതൽ ഇന്ന തീയതി വരെ ഇന്നതായിരിക്കും ദേശത്ത് നടക്കുന്നത്, രാജാവ് അങ്ങനെയാണ് കൽപ്പിച്ചിരിക്കുന്നത്. പ്രഘോഷണം കഴിഞ്ഞ ആളുകൾ കേട്ടവർക്ക് ഇത് സംബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങളുണ്ട്, കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ട്. ഈ പ്രൊക്ലെയിം ചെയ്ത ആള് നിന്നുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യും. അതെ അതെ അതെ, 15-ാം തീയതി മുതൽ 25-ാം തീയതി വരെയാണ്. ആ സമയത്ത് ഏത് സമയത്ത് നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാം, ഏത് സമയത്ത് വീട്ടിൽ കയറണം എന്നുള്ള ഡീറ്റെയിലുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ടീച്ചിങ്. ഇത് രണ്ടും വചന ശുശ്രൂഷയുടെ ഭാഗമാണ്. പ്രസംഗം കേട്ട്, കൺവെൻഷനിലാകാം, സഭായോഗത്തിലാകാം, എവിടെയായിട്ട് പ്രസംഗം കേട്ട ആളുകൾ രക്ഷിക്കപ്പെട്ട അകത്ത് വരുമ്പോൾ അവരെ സ്നാനത്തിലേക്ക് നയിച്ചു കഴിഞ്ഞ് കർത്താവ് കൽപ്പിച്ചിട്ടുള്ള സകല കാര്യങ്ങളും അവന് മനസ്സിലാകുന്ന ഭാഷയിൽ അത് ഉപദേശിക്കണം, പഠിപ്പിക്കണം. ഈ പഠിപ്പിക്കുന്നയാള് ശിഷ്യനായിരിക്കണം. അവന്റെ ജീവിതത്തിൽ ഇത് പ്രായോഗികമാക്കിയതായിരിക്കണം. കാരണം ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇത് ശിഷ്യന്മാരോടാണ് പറയുന്നത്. അത് സംബന്ധിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സൂചന തരാം. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതുമ്പോഴും തെസ്സലോനിക്ക ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ എഫെസോസിലെ മൂപ്പന്മാരുടെ അപ്പോസ്തല പ്രവൃത്തി 20:17 മുതൽ സംസാരിക്കുമ്പോഴും എടുത്തെടുത്ത് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇരുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ ടീച്ച് ചെയ്ത് ശിഷ്യരാക്കുന്ന ആളുകൾ അവരുടെ ലൈഫിൽ ഈ കേൾവിക്കാരൻ ഇത് കാണണം. ജീസസിന്റെ ലൈഫ് അങ്ങനെയായിരുന്നു.
അതാ ഇന്നലെ ഞാനൊരു കാര്യം പറഞ്ഞത്, അവിടുന്ന് സ്വകാര്യമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ടാണ് ശിഷ്യന്മാര് കർത്താവിന്റെ അടുക്കൽ വന്ന് പറയുന്നത്, ഗുരു ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. സുവിശേഷം പറഞ്ഞ് പുതിയ കൺവേർട്സ് അകത്ത് വരുമ്പോൾ അവരെ കർത്താവ് കൽപ്പിച്ച മുഴുവൻ കാര്യം ക്രമീകൃതമായി പഠിപ്പിച്ച് യേശുവിന്റെ അനുയായിയാകാൻ ഈ പഠിച്ചത് മുഴുവൻ അവർ പ്രാക്ടീസിലേക്ക് കൊണ്ടുവരണം. ഇതാണ് ശരിക്കും ചർച്ച്. ചർച്ചിന്റെ ലക്ഷ്യം എന്താ? ആളുകളെ ശിഷ്യരാക്കുക എന്നുള്ളതാണ്. സുവിശേഷീകരണം പോലും ചെയ്യുന്നത് ആളുകളെ ശിഷ്യരാക്കാൻ. അപ്പൊ ശിഷ്യത്വം എന്നുള്ളതാണ് സുവിശേഷത്തിലൂടെ കർത്താവ് നമ്മളെ വിളിക്കുന്നത്. ആ ഗോളിൽ നിന്ന് ഇന്നത്തെ ചർച്ച് 100-ൽ 100 ഞാൻ പറയുന്നില്ല, നല്ല ശതമാനം മാറിപ്പോയി. അതുകൊണ്ടാണ് നമുക്ക് കുറെ ബലഹീന വിശ്വാസികൾ ഉള്ളത്. നമ്മൾ ദൈവത്തിന്റെ പ്രമാണത്തിൽ നിന്ന് അകന്നുപോയി. ഒരു കാലഘട്ടം വരെ ഈ ഗൾഫ് മേഖലകളിൽ ഇങ്ങനെ വന്ന് നമ്മളോട് ദൂത് പറയാം, മക്കളോട് ഒരു ഉദ്ധാരണം, അവരെല്ലാം മഞ്ഞ് പെയ്യുന്ന രാജ്യം. ഇനിയിപ്പോ മഞ്ഞ് പെയ്യുന്ന രാജ്യം ഒക്കത്തില്ല, കാരണം അവിടെ ഇതിനെക്കാട്ടി വലിയ പ്രശ്നമാണ്. ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ദൈവവചനം അവർ ശ്രദ്ധിച്ചില്ല. ലോക്കൽ കൂട്ടായ്മകൾ നയിക്കുന്ന ആളുകൾ ദൈവവചനത്തിന്റെ എക്സ്പോസിഷൻ നടത്തിയില്ല. പ്രസംഗവും പഠിപ്പീര് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വാക്യമെടുത്ത് ഉറച്ചു പറയുക, ധൃതി പറയുക, ചാടിപ്പറയുക, അതല്ല പ്രസംഗം. അങ്ങനെയാണ് പ്രസംഗമെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അവരും വചനമല്ലേ ബ്രദറെ പറയുന്നത്? വാക്യം തന്നെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് പറയുന്നതാണോ പ്രസംഗം? യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകത്തില്ല. മുട്ടുണ്ടാകത്തില്ല, കാരണം യഹോവ ഇടയനാണ്. നമുക്കെല്ലാം കൈയടിച്ച് ആരാധിക്കാം. അത് പ്രസംഗമല്ല. ഈ ഒരു വിഷയത്തിന്റെ ഗൗരവം ആളുകൾ മനസ്സിലാക്കണം. നമ്മൾ അറിയാതെ കർത്താവിന്റെ ഹിതത്തിൽ നിന്ന് മാറിപ്പോവുകയാണ്. ശരിയായ രക്ഷാനിർണയം പ്രാപിച്ച ആളുകൾ, അങ്ങനെ ഞാൻ പറയാൻ കാരണം ഇന്ന് ഒരുപാട് പേര് ശരിക്കും രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അത് പിന്നെ അവിടെ നിൽക്കട്ടെ തൽക്കാലം. മാനസാന്തരപ്പെട്ട് ശരിയായ രക്ഷാനിർണയം പ്രാപിച്ച ആളുകൾ ശിഷ്യത്വത്തിലേക്ക് നയിക്കപ്പെടണം. ശിഷ്യൻ എന്ന വാക്കിന്റെ അർത്ഥം പഠിക്കുന്നവൻ. ദൈവത്തിന്റെ വചനം, കർത്താവിന്റെ വചനം പഠിച്ച് അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നവനും, കർത്താവിന്റെ ജീവിത ശൈലി, അവിടുത്തെ മനുഷ്യത്വത്തിൽ അവിടുന്ന് ജീവിച്ചത് നമുക്ക് മാതൃകയായിട്ടാണ്. ആ ജീവിത ശൈലി നമ്മുടെ ജീവിതത്തിൽ കോപ്പി ചെയ്ത് അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നത്. കർത്താവിന്റെ വചനം ഉൾക്കൊണ്ട് അതനുസരിക്കുക, അവിടുത്തെ ജീവിത ശൈലി മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുക. അങ്ങനെ സമർപ്പിക്കപ്പെട്ടയാളാണ് യേശുക്രിസ്തുവിന്റെ അനുയായി അല്ലെങ്കിൽ ശിഷ്യൻ. ഇത് നിങ്ങളുടെ ഉള്ളത്തിൽ അങ്ങ് സ്ട്രോങ് ആയിട്ട് പതിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനെ തുടർന്നാണ് കർത്താവിന്റെ ഒരു കാര്യം നമ്മൾ ചിന്തിച്ചത്. അത് കർത്താവിനെ പ്രാർത്ഥനാ ജീവിതം. അത് ഒരു വലിയ സ്റ്റഡിയാണ്. ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ജീസസിന്റെ പ്രയർ ലൈഫ് ഒന്ന് മനസ്സിലാക്കാൻ. ജീസസ് പ്രാർത്ഥിച്ച ഇടങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തി അത് മനസ്സിലാക്കി കണ്ടുപിടിച്ച് അവിടെ ഒന്ന് ധ്യാനിക്കുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ഏതെല്ലാം കാര്യത്തിലാണ് യേശു പ്രാർത്ഥിച്ചത്, എപ്പോഴൊക്കെ പ്രാർത്ഥിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. അതിനോട് ചേർന്ന് കർത്താവ് പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിച്ച ധാരാളം കാര്യങ്ങൾ ഉണ്ട്. ഇന്നിപ്പോൾ ഞാൻ തുടർന്നും ഈ ശിഷ്യത്വത്തെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം. നമ്മൾ ഇന്നലെ 1-ന്റെ 35 ആദ്യം വായിച്ചിട്ട് അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ വായിച്ചിരുന്നു. അങ്ങനെ നമ്മൾ യേശുവിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് അവിടെ നിന്ന് ചിന്തിച്ചു. 1-ാം അധ്യായത്തിന്റെ 16 മുതൽ ഉള്ള വേദഭാഗമാണ്
ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വയ്ക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. 1-ാം അധ്യായത്തിന്റെ 16 മുതൽ കർത്താവായ യേശു ക്രിസ്തു തന്റെ ആദ്യത്തെ ശിഷ്യന്മാരെ വിളിക്കുന്ന വേദഭാഗമാണ്. 20 വരെയുള്ള വാക്യങ്ങൾ, 16 മുതൽ 20 വരെയുള്ള വാക്യം. അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ ശീമോനും അവന്റെ സഹോദരനായ അന്ത്രയോസും കടലിൽ വല വീശുന്നത് കണ്ടു. അവർ മീൻ പിടിക്കുന്നവരായിരുന്നു. യേശു അവരോട്, എന്നെ അനുഗമിപ്പീൻ. ആ വാക്ക് നോട്ട് ചെയ്യണം, വളരെ പ്രധാനപ്പെട്ട വാക്ക്. കർത്താവ് എല്ലാവരെയും വിളിക്കുന്നതിന് എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാണ് എന്ന് പറഞ്ഞു. ഉടനെ അവർ വല വിട്ട് അവനെ അനുഗമിച്ചു. ആ വാക്ക് പിന്നെയും അനുഗമിച്ചു. അവിടെ നിന്ന് അല്പം മുന്നോട്ട് ചെന്നപ്പോൾ സെബദിയുടെ മകനായ യാക്കോബും അവന്റെ സഹോദരനായ യോഹന്നാനും പടകിലിരുന്ന് വല നന്നാക്കുന്നത് കണ്ടു. ഉടനെ അവരെയും വിളിച്ചു. അവർ അപ്പനായ സെബദിയെ കൂലിക്കാരോട് കൂടെ പടകിൽ വിട്ട് അവനെ അനുഗമിച്ചു. ശരിക്കും ഡിസൈപ്പിൾഷിപ്പിനേക്കുള്ള കോളാണ്, അനുഗമനത്തിനുള്ള വിളിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പൊ അവിടെ നോക്കിയ തുടക്കം, അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ എന്നാണ് തുടങ്ങുന്നത്. ഗലീല കടൽ എന്ന പ്രയോഗം കൊണ്ട് ഭയങ്കര ഒരു കടലാണ് എന്നൊന്നും നമ്മൾ ചിന്തിക്കരുത്. വാസ്തവത്തിൽ ഇതൊരു തടാകമാണ്. നിങ്ങളെ ഇംഗ്ലീഷ് വേർഷൻ ഒരു NIV ട്രാൻസ്ലേഷൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ 16-ാം വാക്യത്തിൽ തന്നെ ആസ് ജീസസ് വാക്ക് ബിസൈഡ് ദ സീ ഓഫ് ഗാലിലി എന്ന് തുടങ്ങിയിട്ട് അതേ വാക്യത്തിന്റെ അവസാനത്തിൽ ആൻഡ്രൂ കാസ്റ്റിംഗ് എ നെറ്റ് ഇൻ ടു ദ ലേക്ക് എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. ആ ഒറ്റ വാക്യത്തിൽ തന്നെ. ശരിക്കും അതൊരു തടാകമാണ്. 13 മൈൽ നീളവും 8 മൈൽ വീതിയുമുള്ള ഒരു തടാകമാണ്. പക്ഷെ ട്രഡീഷണലായി, പാരമ്പര്യമായിട്ട് ഈ തടാകത്തെ ഗലീല കടൽ എന്നാണ് വിളിക്കുന്നത്. ഇതൊരു തടാകമാണ്. അവൻ ഗലീല കടൽപ്പുറത്തൂടെ നടക്കുമ്പോൾ, ജീസസിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ മുൻപുള്ള വാക്യം, ഈ 14-15 വാക്യമൊക്കെ നമ്മൾ പരിശോധിച്ചാൽ കർത്താവിന്റെ പബ്ലിക് മിനിസ്ട്രി തുടങ്ങുന്നത് ഈ ഗലീലയിലാണ്. യോഹന്നാൻ സ്നാനമേറ്റ് കഴിഞ്ഞ് കർത്താവിന്റെ പബ്ലിക് മിനിസ്ട്രി അവിടെ തുടങ്ങുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ ഈ ഗലീല, ഈ ലേക്ക് ഷോറിലുള്ള ഈ ആളുകളെയാണ് കർത്താവ് ആദ്യമായിട്ട് വിളിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ശീമോനും അവന്റെ സഹോദരനായ അന്ത്രയോസും കടലിൽ വല വീശുന്നത് കണ്ടു കർത്താവ്. സൈമൺ ആൻഡ് ആൻഡ്രൂ, 2 സഹോദരന്മാരെ. ഇവിടെ പേഴ്സിലാണ് കർത്താവ് വിളിക്കുന്നത്. 2 പേർ, 4 പേരെ വിളിക്കുന്നതാണ് നമ്മൾ ഇത്രയും ഭാഗത്ത് നിന്ന് കാണുന്നത്. അതിൽ ആദ്യത്തേത് ശീമോനും സഹോദരൻ അന്ത്രയോസും. അവര് 2 ഫിഷർമെൻ. നമ്മൾ ആ നിലയിലാണ് ചിന്തിക്കുന്നത്, അല്ലെ? മുക്കവന്മാർ. ശരിയാണ്. കർത്താവിന്റെ 12 ശിഷ്യന്മാരിൽ ഏകദേശം 7 പേരോളം ദൈവർ ഫിഷർമെൻ. എന്നാൽ ഈ 2 പേഴ്സിനെ, 4 സഹോദരന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ചാല്, അവര് ഒന്ന് സൈമൺ ആൻഡ്രൂ, മറ്റേത് ജെയിംസ് ജോൺ. ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു, ദേ ആർ ഫിഷർമെൻ. പക്ഷെ ഞാൻ അല്പം കൂടെ നിങ്ങളോട് പറയാം, ദേ വർ ബിസിനസ്മെൻ. ഇവര് സാധാരണ നമ്മളിപ്പോ കാണുന്ന പോലെ ചെറിയ ഒരു മീനെ ഒരു ദിവസം കൊണ്ട് പിടിച്ചു, അങ്ങനെയല്ല. ഇവര് ബിസിനസ് ചെയ്യുന്നവരാണെന്നുള്ള സൂചന പ്രത്യേകിച്ച് താഴോട്ട് അതിന്റെ 20-ാം വാക്യത്തിൽ അവർക്ക് ആളുകളെ ഹയർ ചെയ്ത് തന്നെ. അപ്പൊ അത്രത്തോളം അവർക്ക് ആ ഫിഷിങ്ങിൽ ഇൻട്രസ്റ്റുകൾ ഉണ്ടായിരുന്നവരാണ്, ബിസിനസ് സംബന്ധമായിട്ടുള്ള ഇൻട്രസ്റ്റുകൾ ഉണ്ടായിരുന്നവരാണെന്നാണ് നമ്മൾ ഊഹിക്കാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മള് ചിലപ്പോഴൊക്കെ ചിന്തിക്കുന്നത്, ഫിഷർമാൻ ഒന്നും ഇല്ലാത്തവരാ. അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവരുടെ ട്രേഡ് ആയിരുന്നു, ഒരു ഉപജീവനം കഴിഞ്ഞത് ഇങ്ങനെയാണ്. പ്ലസ് ദേ ഹാഡ് എ ബിസിനസ് ദെയർ എന്നത് നമ്മൾക്ക് അവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ശിമോനും അവന്റെ സഹോദരനായ അന്ത്രയോസും കടലിൽ വല
വീശുന്നത് കണ്ടു. എന്നിട്ട് കർത്താവ് അവരെ വിളിക്കുകയാണ്. അപ്പൊ ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. ഈ മാർക്കിന്റെ വിവരണം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ എങ്കിൽ നമ്മൾ ചിന്തിക്കും അവർ കണ്ടു, അവരിങ്ങനെ നെറ്റ് അങ്ങോട്ട് ഇടുകയായിരുന്നു, കർത്താവ് പറഞ്ഞു കം, അവരങ്ങ് പോയി. പക്ഷേ സുവിശേഷങ്ങളെല്ലാം കൂടെ ചേർത്ത് പഠിച്ചാൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 35 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ മാർക്ക് പറയാത്ത ഒരു സൂചന അവിടെ ഉണ്ട്. ജീസസിനെ മശിയയായിട്ട് ഈ സഹോദരന്മാർ അംഗീകരിച്ചിരുന്നു. അങ്ങനെ ഒരു രംഗം നമുക്ക് അവിടെ കാണാൻ കഴിയും. അങ്ങനെ ഒരു എൻകൗണ്ടർ ജീസസുമായിട്ട് ഇവർക്കുണ്ടായിട്ടുണ്ട്. ഇവര് യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരാ. അങ്ങനെ മശിയായെ കുറിച്ച് ഇവർക്കറിയാം. ജോൺ തന്നെയാണ് അവരെ ഇൻട്രൊഡ്യൂസ് ഒക്കെ ചെയ്യുന്നതായിട്ടൊക്കെ നമ്മൾ കാണും. അപ്പൊ ആദ്യത്തെ ഘട്ടം നമ്മൾ അവിടെയാണ് കാണുന്നത്. ശരിക്കും കർത്താവിൽ അവർ വിശ്വസിക്കുന്നത് ആ സമയത്താണ്. എന്നാൽ കുറെ നാള് കഴിഞ്ഞപ്പോഴാണ് ഈ വിളി, കർത്താവിനെ അനുഗമിക്കാനുള്ള ഈ വിളി വരുന്നത്. അപ്പൊ ഈ ടെക്സ്റ്റ് ഞാനിത് പറയുമ്പോഴേ ഇത് രണ്ട് നിലയിലാണ് പറയുന്നത്. ഒന്ന്, എന്റെ പ്രധാന വിഷയമായിട്ട് ശിഷ്യത്വത്തോടുള്ള ബന്ധത്തിൽ ആ ട്രാക്കിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ തന്നെ കർത്താവിന്റെ വേലയ്ക്കായി വിളിയുള്ള നിയോഗമുള്ള ആളുകളോടും ഇതിനകത്ത് ഒരു മെസ്സേജ് അടങ്ങിയിരിക്കുന്നു. ആശയം ഞാൻ വ്യക്തമാക്കാം. ശിഷ്യത്വത്തിലേക്ക് രക്ഷിക്കപ്പെട്ട എല്ലാവരെയും കർത്താവ് വിളിക്കുന്നു, അതിന് ഒരു സംശയവുമില്ല. പക്ഷെ എല്ലാവരെയും ജോലി വിട്ട് ഫുൾ ടൈം മിനിസ്ട്രിക്ക് കർത്താവ് വിളിക്കുന്നില്ല. ഇവിടെ നമ്മൾ കാണുന്നത് അവരുടെ തൊഴില് തന്നെ അവർ വിട്ട് കർത്താവിനെ അനുഗമിക്കുകയാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്ത് നമ്മൾ മനസ്സിലാക്കണം. അതിനാണ് ഞാൻ ഇങ്ങനെ ഒരു വിവരണം തരുന്നത്. അപ്പൊ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെയാകണമെന്നില്ല. ജോലിയോടുകൂടെ തന്നെ ശിഷ്യത്വം, കർത്താവിനെ അനുഗമിക്കുന്ന ആളുകളുണ്ട്. മറ്റു ചിലരെ ഫുൾ ടൈം ആയിട്ട് കർത്താവ് വിളിച്ചു വേർതിരിക്കുന്നു. അപ്പൊ ഈ രണ്ട് ദൂതുകളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അല്ല പെട്ടെന്ന് നമ്മൾ ഫീലിംഗ്, അയ്യോ യേശുവിന്റെ ശിഷ്യനാകാൻ അപ്പൊ ഇനിയും എല്ലാം വിടണമെന്നാണോ ആശയം? അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് വളരെ ബാലൻസ്ഡ് ആയിട്ട് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ തന്നെ എൻ്റെ കേൾവിക്കാരായ നിങ്ങളിൽ കർത്താവിന്റെ വിളി ഉള്ളവർ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്, റിയാക്ട് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചും ഇതിനകത്ത് തന്നെ സൂചനകൾ ഉണ്ട്. അപ്പൊ ഡ്യുവലായിട്ടാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. അതാണ് ഞാൻ അർത്ഥമാക്കിയത്. അപ്പൊ ആദ്യം യോഹന്നാൻ 1:35 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവിൽ വിശ്വസിച്ചവരാണ് ഇവര്. കുറെ നാളുകൾ കഴിഞ്ഞിട്ടാണ് ഇവരെ കർത്താവ് ഈ നിലയിൽ വന്ന് വിളിക്കുന്നതായിട്ട് മാർക്കിന്റെ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്നെങ്ങനെയാണ് നമ്മളെ കർത്താവ് വിളിക്കുന്നത്? ദൈവവചന പ്രഘോഷണത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ അന്തരാത്മാവിനോട് ഇടപെട്ട് ദൈവം നമ്മളെ വിളിക്കുന്നു. അങ്ങനെയാണ് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നത്. ശിഷ്യത്വത്തിന്റെ കാര്യം മനസ്സിലായി യേശുവിനെ അനുഗമിക്കുന്ന ഒരു ഫോളോവറായി മാറുന്നു. മറ്റു ചിലർ അങ്ങനെയാണ് അടുത്ത സ്റ്റെപ്പ് എടുക്കുന്നത്. അതെന്താണ്? പൂർണ്ണ സമയം കർത്താവിന്റെ വേലയ്ക്ക് പോകും. ഞാനും ഒരു 27 വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫിൽ ജോലിക്കാരനായിരുന്നു. ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്ത് കർത്താവിന്റെ വേലയ്ക്കിറങ്ങിയ ഒരു എളിയ സഹോദരനാണ്. എങ്ങനെയാണ് വിളി വന്നത്? എന്തെങ്കിലും പാസ്റ്റർ കണ്ടോ? ഇല്ല. എൻ്റെ ഉള്ളത്തിൽ ഉണ്ടായ തീവ്രമായ ആഗ്രഹം, അത് കർത്താവിന്റെ വിളിയായി ഞാൻ മനസ്സിലാക്കും. എന്റെ മാതാപിതാക്കൾ എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്.
ഞാൻ അങ്ങനെ തീരുമാനമൊക്കെ എടുത്ത് പ്രവാചകന്മാര് പലര് ആ തീരുമാനത്തെ കൺഫേം ചെയ്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. വളരെ രസകരമായ ഒരു കാര്യം നടന്നു. ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്ത് കഴിഞ്ഞ് എന്നോട് ദൂത് പറഞ്ഞൊരു പ്രവാചകൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ട് എബി റിസൈൻ ചെയ്യരുത് കേട്ടോ. അദ്ദേഹം പേടിച്ചു പോയി. കാരണം ഞാനൊരു വലിയ പണക്കാരനൊന്നുമല്ല, സാധാരണ ജോലി ചെയ്യുന്ന ഒരാളാണ്. അവര് ചിന്തിച്ചത്, അവർ ദൂത് പറഞ്ഞത് കേട്ടോണ്ട് ഞാന് ജോലി റിസൈൻ ചെയ്തെന്നാണ്. ദൂതുകൾ വളരെ പറഞ്ഞു, പക്ഷേ ആളുകൾ പറയുന്ന ദൂതിന്റെ വെളിച്ചത്തിലല്ല കർത്താവിന്റെ വേലയ്ക്ക് പോകുന്നത്. നമ്മോട് ദൈവം ഇടപെടും. അത് നമ്മുടെ അന്തരാത്മാവിൽ തീവ്രമായി നമുക്ക് ഉള്ള ചിന്തകളിൽ, വേറെ ഒരു കാര്യത്തിനുമല്ല, കർത്താവിനെ സ്നേഹിക്കണം, സേവിക്കണം എന്നുള്ള തീവ്രമായ ആഗ്രഹം. അതിന് ഒരുപാട് കൺഫർമേഷൻസ് കർത്താവ് നമുക്ക് തന്നു എന്ന് വരാം. ഞാനിത് നിങ്ങളോട് പറയാൻ എൻ്റെ ഉള്ളത്തിൽ ഒരു ആഗ്രഹം വന്നുപോയി. ഞാന് ഒരു വലിയ മിടുക്കനല്ല പ്രിയ സഹോദരങ്ങളെ. അന്ന് എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണ്, ശുശ്രൂഷ എന്താന്ന് ബ്രദറിന് അറിയാമോ? എനിക്കറിയില്ല. ഇൻഫാക്ട് ഞാൻ ജോലി ചെയ്ത കമ്പനിയിൽ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു വിശ്വാസി കടന്നു വന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല. എനിക്കാണ് പ്രസംഗിക്കാൻ അറിയാം. അദ്ദേഹം തന്നെ കുറിച്ച് തന്നെ പറഞ്ഞത്. ഞാൻ കണ്ടോ ഇവിടെ തന്നെ നിൽക്കുന്നത്, അതുകൊണ്ട് ഒന്നുകൂടെ ആലോചിക്കാൻ പറ്റും. ഞാനൊരു മിടുക്കനല്ലാഞ്ഞത് കൊണ്ട് ഇവരൊന്നും പറഞ്ഞ കാര്യം കൂടുതൽ അനലൈസ് ചെയ്യാനുള്ള കഴിവ് എനിക്കില്ലായിരുന്നു. ഞാൻ ജോലി രാജിവെച്ച് നാട്ടിലേക്ക് പോകും. വേറൊരാള് എൻ്റെ ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞു, ഏതേലും സമയത്ത് തിരിച്ചു വരണേ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ വേണ്ട ക്രമീകരണം ചെയ്യണം. എനിക്ക് അതും വലുതായിട്ട് മനസ്സിലായില്ല. ഞാൻ ഈ പോകും. ഈ കഴിഞ്ഞ ദീർഘവർഷങ്ങളിൽ ഒറ്റ പ്രാവശ്യം പോലും, ഒരു തവണ പോലും എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ പോലും ഞാൻ അന്ന് എടുത്ത തീരുമാനം തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. വിശ്വാസത്തിന്റെ ഒരു എടുത്തുചാട്ടം. ശരിക്കും ഇവരെ, സൈമൺ, ആൻഡ്രൂ, അതിനുശേഷം സെബദിയുടെ മക്കൾ, ഒരു നല്ല ട്രേഡ്, ഒരു കാര്യങ്ങൾ അതെല്ലാം വിട്ടങ്ങ് പോവാന്ന് പറഞ്ഞ്, ഇറ്റ് ഈസ് എ ജംപ് ഇൻ ടു ദി അൺനോൺ. നാളെ എന്ത് സംഭവിക്കും? എന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു സഹോദരൻ എനിക്കൊരു അഡ്വൈസ് തന്നു. അന്ന് എൻ്റെ മകൾക്ക്, എനിക്ക് തോന്നുന്നൊരു 6-7 വയസ്സ് കാണും, മൂത്ത മകൾക്ക്. എന്നോട് പറഞ്ഞു, എബി, ഒരു മോൾ ഉണ്ടെന്നേലും ഓർക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിച്ചത് കല്യാണപ്രായമാകും, കല്യാണമൊക്കെ കഴിച്ചു കൊടുക്കണം, പിന്നെ ഇവരുടെ പഠിത്തം ഇങ്ങനെ കാര്യമാണ്. ഞാൻ പിന്നെയും പറയാം, ഞാന് വലിയൊരു മിടുക്കൻ, ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടി 5 ഇയർ പ്ലാൻ, പദ്ധതി ഒന്നും ഒരുക്കാൻ ഉള്ള കഴിവും വലിയ ജ്ഞാനവും ഇല്ലാഞ്ഞത് കൊണ്ട് അതും എനിക്ക് മനസ്സിലായില്ല. I just came. പ്രസംഗിക്കാൻ അറിയാമോ? അങ്ങനെ വലിയൊരു പ്രസംഗമൊന്നും എനിക്കറിയില്ല. എന്താണ് തിയോളജിക്കൽ ബ്രദറിന് വല്ലതും ഉണ്ടോ പറയാൻ? ഒന്നുമില്ല. ജസ്റ്റ് ട്രസ്റ്റിംഗ് ഗോഡ്. ഇതെന്റെ അനുഭവമാണ്. ഭയങ്കര ആവേശമായിരുന്നു പ്രസംഗിക്കാൻ. പക്ഷെ എവിടെ തുടങ്ങണം, എങ്ങനെയാ അതിന്റെ രീതി എന്നതിനെ കുറിച്ച് എനിക്കൊരു ട്രെയിനിങ് ഒന്നുമില്ല. ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് എൻ്റെ ഉള്ളത്തിലുണ്ടായിരുന്ന അതീവ്രമായ ആഗ്രഹം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇറ്റ് ഈസ് നോട്ട് ഈസി ടു റിസൈൻ. പാടാണ്. ഒരു കമ്പനിയിൽ ജോലി ചെയ്ത് എല്ലാ മാസവും ശമ്പളം കിട്ടി അതുകൊണ്ട് ഉപജീവനം ചെയ്യുന്ന ഒരാളിന് പൂർണ്ണ സമയം കർത്താവിന്റെ വേലയ്ക്ക് പോവാന്ന് പറയുന്നത് അത്ര ഈസി കാര്യമല്ല.
അത് ഒരുപാട് ചിന്തകൾ നമ്മുടെ ഉള്ളത്തിൽ വരും. പക്ഷെ വിളി ഉണ്ടെങ്കിൽ, വിളിയില്ലാത്തവർ ഒരിക്കലും ചെയ്യരുത്. വിളി ഉണ്ടെങ്കിൽ, നിർബന്ധം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ കർത്താവ് താങ്ങിക്കൊള്ളും. ഞാൻ അവിടെ നിന്ന് തിരിച്ച് വചനത്തിലേക്ക് വരുന്നതിന് ഒരു കാര്യം പറയും. ഈ ദീർഘവർഷങ്ങളിൽ കർത്താവ് എന്നെയും എൻ്റെ കുടുംബത്തെയും അത്ഭുതകരമായി പോറ്റി. ഞാൻ അതിൻ്റെ സാക്ഷിയാണ്. എനിക്കൊരു നിരാശയില്ല. ഇന്ന് വരെ ആത്മീക ഗോളത്തിലൊരു രാഷ്ട്രീയ കളി ഞാൻ കളിച്ചിട്ടില്ല. ഔദ്യോഗികമാകുന്ന ഒരു സ്ഥാനങ്ങളും പിടിച്ചു പറ്റാൻ ശ്രമിച്ചിട്ടില്ല. ഈ ബൈബിളുമായിട്ടിരുന്ന് വായിക്കുക, പഠിക്കുക, കർത്താവ് അയക്കുന്നിടത്ത് പ്രസംഗിക്കുക. ഐ വിൽ ടെൽ യു, ഐ എം എ ഹാപ്പി മാൻ. നിങ്ങൾക്കും ഈ അനുഭവം കിട്ടും. നമ്മൾ വെളിയിൽ നിൽക്കുമ്പോൾ വിളിയുള്ളവർക്ക് നാളെ എന്തായിത്തീരും, നാളെ അല്ല, ഇപ്പൊ ഈ കൊറോണ വന്ന് എന്തായി തീർന്നു? എല്ലാം പൂട്ടിക്കെട്ടിയില്ലേ? ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് ഓഫ് ഫെയ്ത്ത്. വിളിക്കുന്നവൻ ആരാണ്? വിളിയുടെ ശബ്ദം അന്തരാത്മാവിൽ അലതല്ലുന്നുണ്ടെങ്കിൽ മുന്നിലൊന്നും കാണുന്നില്ല, കാല് വെക്കുകയാണ്. ഇത് ശിഷ്യത്വമല്ല ഞാനിപ്പോ പറഞ്ഞത്. പൂർണ്ണ സമയം കർത്താവിന്റെ വേലയ്ക്ക് പോകുന്നതിനുള്ള ബന്ധത്തിൽ ഇതിനകത്ത് കയറി ഞാൻ ഒരു കാര്യം പറഞ്ഞതാണ്. ഞാനത് പിന്നെയും ഈ വേദഭാഗത്തിൽ അതിൻ്റെ ഒരു കാര്യം വരുന്നുണ്ട്. ആ സമയത്ത് ഞാൻ പറഞ്ഞോളാം. അപ്പൊ ഇവരെ രണ്ടാമത് കർത്താവ് കുറെ നാളുകൾ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവരെ കാണുന്നത്. എന്നിട്ട് 17-ാം വാക്യം, യേശു അവരോട്, എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാകും. അനുഗമിക്കുന്ന ആളുകൾക്ക് മനുഷ്യരെ പിടിക്കുന്നത് ശുശ്രൂഷയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, രണ്ടും കൂടെ ചേർത്താണ് ഇവിടെ പറയുന്നത്. അപ്പൊ ആദ്യം അനുഗമിപ്പീൻ, അതൊരു കൽപ്പനയായിട്ടാണ് ഇവിടെ പറയുന്നത്. എന്നെ അനുഗമിപ്പീൻ. ശരിക്കും മാർക്കിന്റെ ഗോസ്പലിലെ ഒരു താക്കോൽ വാക്കാണ് എന്നെ അനുഗമിക്കുക. എന്താണ് ഇതിന്റെ അർത്ഥം? ഇതിന്റെ അർത്ഥം കർത്താവായ യേശുക്രിസ്തുവിനെ നേതാവായി, അധികാരമുള്ളവനായി, ജീവിതത്തിലെ എല്ലാമായി, യജമാനനായി സ്വീകരിച്ച് അടിമയായി അനുഗമിക്കുക, കൂടെ പോകുക, ആ കാൽപാദം പിന്തുടരുക, ആ അർത്ഥം വരിക. യേശുവിന്റെ ദർശനം നമ്മളും ഷെയർ ചെയ്യുക. അവിടുത്തെ നടന്ന വഴിയും അവിടുത്തെ വാക്കുകളും സെയിം ഇമിറ്റേറ്റ് ചെയ്യുക ആത്മശക്തിയോടെ. എനിക്ക് തോന്നുന്നു ചില ആളുകള് അൺമ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അവര് മ്യൂട്ട് ചെയ്താൽ ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഇരിക്കും. നിങ്ങൾ പറയുന്ന ശബ്ദം കേൾക്കാം. ഒന്ന് പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 21-ാം വാക്യം, അനുഗമനത്തോടുള്ള ബന്ധത്തിൽ എന്താണ് ഇതിന്റെ അർത്ഥം? വാട്ട് ഡസ് ഇറ്റ് മീൻ ടു ഫോളോ ജീസസ് ക്രൈസ്റ്റ്? അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാൽ ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയി. അതാണ് അനുഗമനം. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക. ജീസസ് ഈസ് ദി എക്സാമ്പിൾ. ജീസസ് പറയാം, കം ഫോളോ മീ. രക്ഷിക്കപ്പെട്ട എല്ലാവരെയും വിളിക്കുന്നത് ടു ബിക്കം ഹിസ് ഫോളോവേഴ്സ്. എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. I will make you, I will train you for that. ഫസ്റ്റ് അനുഗമിക്കാൻ സറണ്ടർ ചെയ്യുക.
ഇവിടെ ഞാൻ ദൈവമക്കളോട് ഒരു കാര്യം പറയാം. ഇതിപ്പോ കേൾക്കാൻ നല്ല രസമാണ്. അനുഗമിക്കണം, ഓക്കെ ഓക്കെ, റൈറ്റ് റൈറ്റ്. പക്ഷെ അനുഗമിക്കാൻ പാടാണ് പ്രിയമുള്ളവരെ. ഞാൻ ബൈബിളിൽ കാണിക്കാം, അനുഗമിക്കാൻ ശ്രമിച്ച പലരും, അല്ലെങ്കിൽ കർത്താവ് നേരിട്ട് വിളിച്ച പലർക്കും, മറ്റു ചിലർ അനുഗമിക്കാമെന്ന് അങ്ങോട്ട് പറഞ്ഞവരും, അവർക്ക് അനുഗമിക്കാൻ സാധിച്ചില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന ഒരു കഥാപാത്രം. ആ പണക്കാരനായ ഒരു യുവാവ്, ഒരു പ്രമാണി വന്ന് യേശു കർത്താവിന്റെ അടുക്കൽ വന്ന്, ഗുരു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? കർത്താവ് പറഞ്ഞ് കൽപ്പനകളൊക്കെ അനുസരിക്കണം. ഉടനെ അവന്റെ മറുപടി, അയ്യോ, കുട്ടിക്കാലം തൊട്ട് ഞാൻ ഇതെല്ലാം അനുസരിക്കുന്നുണ്ട്. ഓക്കെ, കർത്താവ് പറഞ്ഞ അങ്ങനെയാണ്, നിനക്ക് ഒരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റിട്ട് നിനക്ക് നിത്യജീവനല്ലേ വേണ്ടത്, ഞാൻ തരാം, നീ അതെല്ലാം വിട്ടിട്ട് പാവപ്പെട്ടവർക്ക് കൂടെ, എന്നിട്ട് വന്ന് എന്റെ പിന്നാലെ പോരെ, എന്നെ അനുഗമിക്കും. അയ്യോ, അവൻ he went away sad എന്ന് എഴുതിയിരിക്കുന്നു. He couldn't follow Jesus. അതെന്താ? ജീസസിന്റെ പുറകെ പോകുന്നത് ഡിമാൻഡിങ് ആണ്. ഇവിടെ ഒരു ക്രിസ്ത്യൻ ബാലൻസ് നമ്മൾ മനസ്സിലാക്കണം. രക്ഷ സൗജന്യമാണ്, അത് കൃപയാലാണ്, വിശ്വാസം മൂലമാണ്, സൗജന്യമാണ്. കർത്താവ് കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി ചെയ്തെടുത്ത ആ യാഗ മരണത്തിൽ വിശ്വാസം അർപ്പിക്കുമ്പോൾ നമ്മുടെ പാപം അവന്റെ മേൽ, അവിടുത്തെ നീതി നമ്മുടെ മേൽ കണക്കിടുക. ആത്മരക്ഷ സൗജന്യമാണ്, അത് വിശ്വാസത്താലാണ്, അത് കൃപയാലാണ്. പക്ഷെ രക്ഷിക്കപ്പെട്ടവന് ഇറ്റ് വിൽ കോസ്റ്റ് യു എവറിത്തിങ്, യുവർ വെരി ലൈഫ്. അതാണ് ഡിസൈപ്പിൾഷിപ്പ്. അതുകൊണ്ടാണ് ആളുകൾ ഇത് പ്രസംഗിക്കാം. ഇതിപ്പോ കേട്ടാൽ നമുക്ക് കൈ ഇങ്ങനെ ആഞ്ഞടിക്കാൻ വരുമോ? ഇല്ല. വല്ലതും കിട്ടുമെന്ന് പറഞ്ഞാൽ കൈയടിക്കും. ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറഞ്ഞാൽ ഗിവിംഗ് അപ്പ് എവറിത്തിങ്. ഒന്നാമത്തെ കേസ്, കർത്താവ് വിളിച്ചിട്ടും പുറകെ പോകാൻ സാധിക്കാഞ്ഞവരാണ്. വേറെ കുറെ പേരെ കൂടെ ഞാൻ കാണിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലേക്ക് വന്നാട്ട്, ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം, 9-ാം അധ്യായത്തിന്റെ 51 വരെ, 51 മുതൽ നമ്മൾ പഠിക്കേണ്ടതാണ്. ശിഷ്യത്വത്തെ ഒരു യാത്രയോട് ബന്ധപ്പെടുത്തി ലൂക്കോസ് തുടർന്ന് ചരിത്രം പറയുന്ന ഒരു വേദഭാഗമാണ്. 53-ാമത്തെ ഐ എം സോറി 57-ാം വാക്യം. അവർ വഴി പോകുമ്പോൾ, അതാ ഞാൻ പറഞ്ഞ, ഹീസ് ഓൺ ഹിസ് വേ ടു ജെറുസലേം. 51-ലാണ് ദൃഢനിശ്ചയത്തോടെ കർത്താവ് യെരുശലേമിലേക്ക് പോവുക. ലൂക്കോസ് എന്ന എഴുത്തുകാരൻ 51-ാം വാക്യം മുതൽ യേശു യെരുശലേമിലേക്ക് പോകുന്ന ഒരു ജേർണി, ആ ജേർണി മധ്യത്തിൽ ഡിസൈപ്പിൾഷിപ്പിന്റെ ട്രെയിനിങ് കൊടുക്കുന്നതായിട്ടാണ് ലൂക്ക് അതിനെ ചിത്രീകരിക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ വിഷയം അനുഗമിക്കുക എന്നുള്ളത് പലർക്കും അനുഗമിക്കാൻ സാധിച്ചില്ല എന്ന കാര്യമാണ്. അവർ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു. ഇതിനപ്പുറത്ത് എന്തോ ഒരു സമർപ്പണം വേണ്ടത്. ഒരാൾ അങ്ങോട്ട് പറയുകയാണ്, അവിടുന്ന് എവിടെ പോയാലും. അത്രയും സമർപ്പണം ആർക്കുണ്ട്? ഞാൻ അങ്ങേ അനുഗമിക്കാം. പക്ഷെ യേശുവിന്റെ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചോ? യേശു അവനോട്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവജാതിക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. ഇതെന്താ ഇങ്ങനെ പറയുന്നത്? ഇതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ അത് ശരിക്കും നമ്മൾ ആ ഭാഗം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് പോകണം. ഇതിന്റെ പാരലൽ പാസേജ് മാത്യു 8-ലുണ്ട്.
8. അവിടെയാണ് ഈ പറഞ്ഞത് ആരാണ് എന്ന് നമുക്ക് പിടികിട്ടുന്നത്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 18 മുതൽ ഉള്ള വാക്യങ്ങളിൽ, എന്റെ 19-ാം വാക്യത്തിൽ, then a teacher of the law came to him and said, "Teacher, I will follow you wherever you go." അപ്പൊ ശരിക്കും ഇയാൾ ഒരു ശാസ്ത്രിയ. അത് തന്നെ ഒരു വലിയ സംഭവമില്ലേ? ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും കർത്താവിനെ വളരെ എതിർപ്പാണ്. അതിന്റെ നടുവിൽ തണ്ട് ഒരു ശാസ്ത്രി പറയാ, അങ്ങ് എവിടെ പോയാലും ഞാൻ അങ്ങയുടെ പറയും, ഞാൻ അനുഗമിച്ചോളാം. എന്നിട്ട് അദ്ദേഹം ഇവിടെ വിളിക്കുന്നത് കർത്താവിനെ വളരെ ആദരവോടെ ടീച്ചർ എന്നാണ് സംബോധന ചെയ്യുന്ന 19-ാം വാക്യം. പരസ്യമായിട്ട് വന്നൊരു ശാസ്ത്രി പറയാണ്, ഭയങ്കര കമ്മിറ്റ്മെന്റ് ആയിട്ട് തോന്നും. അപ്പൊ കർത്താവ് ഈ പാരലൽ പാസേജിൽ ഇവിടെ എല്ലാം കർത്താവിന്റെ മറുപടി ഇതാണ്: കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പർവ്വജാതിക്ക് കൂടുകൊണ്ട് മനുഷ്യപുത്രന് തല ചായ്പാൻ സ്ഥലമില്ല. എന്താ അതിന്റെ അർത്ഥം എന്നറിയാം? നിനക്ക് അങ്ങനെ സമർപ്പണമാണോ? പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, എന്റെ പുറകെ വന്നാൽ ചിലപ്പോ വീട് ചിലപ്പോ കിട്ടിയെന്ന് വരത്തില്ല. മനുഷ്യപുത്രന് തല ചായ്പാൻ ഇടമില്ല. അതെന്താ അങ്ങനെ പറയുന്നേ? ഈ മത്തായി 8-ലേക്ക് വരുമ്പോൾ ഇതിന്റെ പശ്ചാത്തലം പഠിച്ചാൽ അതിന്റെ 1-ാം വാക്യം മുതൽ കർത്താവ് ഒരു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നു. 5-ാം വാക്യം മുതൽ ഒരു ശതാധിപന്റെ സെർവന്റിനെ സൗഖ്യമാക്കുന്നു. അതിനുശേഷം 14-ാം വാക്യം മുതൽ പത്രോസിന്റെ അമ്മായിയമ്മയെ സൗഖ്യമാക്കുന്നു. പിന്നെ അനേകരെ സൗഖ്യമാക്കുന്നു. ഭയങ്കര പുരുഷാരം. ശാസ്ത്രി നോക്കിയപ്പോ ഞാൻ ഈ ഒരു ചുരുളിൽ നിന്ന് മറ്റേ ചുരുളിലേക്ക് ഇതും കോപ്പി ചെയ്തുകൊണ്ടിരുന്നിട്ട് നമ്മളെ ശരിയ ആളുകളൊക്കെ ബഹുമാനിക്കുന്നുണ്ട് എന്നൊരു ഇതെന്തുവാടി, എന്തോ പുരുഷാരം, അത്ഭുത വിടുതല്, ഇതിന്റെ എല്ലാം സെന്റർ പീസായിട്ട് യേശു നിൽക്കുക. അല്ല, ഈ യേശുവിന്റെ കൂടെ പോയാൽ ഏതായാലും നമുക്ക് കുറച്ചിലൊന്നും ഉണ്ടാകത്തില്ല, നമ്മളൊരു പ്രധാനപ്പെട്ട ആളൊക്കെ ആകാം. ഇതാ ചിന്തിച്ചത്. കർത്താവ് പറയാണ്, എന്റെ പുറകെ വന്നാൽ കംഫോർട്ട്സ് ഓഫ് യുവർ ഹൗസ് പോലും കിട്ടണമെന്നില്ല. ജീസസ് വാസ് ബോൺ ഇൻ എ manger. And when he died, he was kept in the tomb of Joseph of Arimathea. ആഗ്രഹമുണ്ടോ ഈ യേശുവിന്റെ പുറകെ പോകാൻ? അനേക ആളുകൾ അവതരിപ്പിക്കുന്നത്, യേശുവിന്റെ കൂടെ വന്നാൽ നിനക്ക് അത് കിട്ടും, ഇത് കിട്ടും, എല്ലാ വിഷയങ്ങൾക്കും 2 നില കെട്ടിടം ഞാൻ കാണുന്നു നിനക്ക് കിട്ടുന്നതായി. ജീസസിന് പറയാനുള്ളത് ഇതല്ല. പലപ്പോഴും നമ്മുടെ ഇടയിൽ പ്രസംഗിക്കപ്പെടുന്ന യേശു വേറൊരു യേശുവാണ്. കർത്താവ് വീട് തരത്തില്ലെന്നോ വാഹനം തരത്തില്ലെന്നോ അല്ല ഞാൻ പറഞ്ഞത്. ഇത് പറഞ്ഞല്ല യേശു ആരെയും വിളിക്കുന്നു. യേശുവിന് പറയാനുള്ളത് ഇതാ: നിനക്ക് അനുഗമിക്കണോ എന്നെ? അനുഗമിക്കാനാണ് കൽപ്പന. പക്ഷെ അനുഗമിക്കുമ്പോൾ എന്നെ അനുഗമിക്കും, നിനക്ക് എന്നെ കിട്ടും. മനുഷ്യപുത്രന് തല ചായ്പാൻ ഇടമില്ലെന്ന് പറഞ്ഞാൽ അതുപോലെയുള്ള ഘട്ടത്തിലൂടെ നീ കടക്കേണ്ടി വരുമെന്ന് നീ അറിഞ്ഞിട്ടാണോ എന്റെ പുറകെ വരാമെന്ന് നീ പറയുന്നത്? പെട്ടെന്ന് നമുക്ക് മുന്നോട്ട് പോകാം. ഇത് തന്നെ ഒരുപാട് നമ്മൾ സംസാരിക്കേണ്ടതാണ്. 59-ാം വാക്യം, ലൂക്കോസ് 9 ഞാൻ ഈ പറയുന്നത്. വേറൊരുത്തനോട്, ഇപ്പൊ ആദ്യത്തെ പുള്ളി ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാ, ഇത് വേറൊരുത്തനോട് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞാറേ അവൻ, ഞാൻ മുൻപേ പോയി എന്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. യേശു അങ്ങോട്ട് പറഞ്ഞതാ, എന്നെ അനുഗമിക്ക. അവൻ അവനോട്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിട്ട് നീയോ പോയി ദൈവരാജ്യം അറിയും എന്ന് പറഞ്ഞു. യേശു ഒരുത്തരോട് പറഞ്ഞു. ചിലപ്പോ ഈ ആദ്യത്തെ പുള്ളിയോടുള്ള സംഭാഷണം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരാളായിരിക്കാം. ഏതായാലും ദൈവിക വിളി അവനുണ്ടായി, നീ എന്നെ അനുഗമിക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രശ്നം ഇതാണ്, ഞാൻ മുൻപേ പോയി. ആ വാക്ക് കേട്ടോ, മുൻപേ. പുള്ളിക്ക് മുൻഗണന ദൈവവിളിയല്ല. മുൻഗണന അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണം. ഇപ്പൊ ഇത് കേട്ടാ നമ്മൾ ഓർക്കട അതുപോലും ഇപ്പൊ ഒക്കത്തില്ലയോ?
അപ്പൊ അവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. യഹൂദന്മാരുടെ സംസ്കാരം പഠിച്ചാൽ ഒരാള് മരിച്ചാൽ അന്ന് തന്നെ മോസ്റ്റ് പ്രോബബ്ലി അന്ന് തന്നെ കുഴിച്ചിടും. അങ്ങനെയാണെങ്കിൽ ഈ ആളുടെ അപ്പൻ മരിച്ചിട്ടില്ല. കാരണം മരിച്ചതായിരുന്നെങ്കിൽ ആ സമയത്ത് യേശുവിന്റെ അവിടെ അവൻ നിൽക്കാൻ സാധ്യതയില്ല. പിന്നെ അനന്തര ഭാവിയിൽ മരിക്കുമായിരിക്കും. അതെന്നാണെന്ന് ആർക്കും അറിയില്ലല്ലോ. അപ്പൊ അവൻ ആ ഉത്തരവാദിത്വം അപ്പച്ചന്റെ കാര്യമൊക്കെ ഒന്ന് നോക്കിയിട്ട് പിന്നെ സ്തോത്രം പറഞ്ഞ അങ്ങോട്ട് ഇറങ്ങാം. മുൻപേ അതാണ്. അല്ലാതെ മരിച്ചു കിടക്കുമ്പോൾ ഫ്യൂണറൽ നടത്തരുത് എന്ന ആശയമല്ല അവിടെ. ആള് മരിച്ചിട്ടില്ല, പിന്നെ മരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അതെല്ലാം ഒന്ന് കഴിഞ്ഞ് ക്രമീകരണമൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ പുള്ളിക്ക് അത്രേ ഉള്ളൂ അതിന്റെ ചൂട്. അവനെ വിളിച്ചിരിക്കുക, അവന്റെ വിഷയം പപ്പായെ കുറിച്ചിരുന്നു, അതിന് അനുവാദം തരണം. കർത്താവ് പറയാം, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുറിച്ചിട്ട് നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക. ദൈവരാജ്യം പ്രസംഗിക്കാനുള്ള വിളി അടിയന്തര വിളിയാണ്. അത് സെക്കൻഡറി ആകാൻ ഒക്കത്തില്ല. അതാണ് പ്രൈമറി, അതാണ് പ്രയോറിറ്റി. എന്റെ വീട്ടിൽ ഈ മരിച്ചവരുണ്ടേ, ഈ ആത്മീക ജീവനില്ലാത്തവർ, അവരക്ഷരികമായി മരിക്കുന്നവരെ അവര് നോക്കിക്കോളും. യു ഗോ ആൻഡ് പ്രീച്ച് ദ കിങ്ഡം ഓഫ്. നമ്മൾ ആ ഭാഗം വായിച്ചാൽ അവനും യേശുവിനെ അനുഗമിക്കുന്നതായിട്ട് കാണുന്നില്ല. എനിക്കൊരു സംശയമുണ്ട് കേട്ടോ, ഇവൻ ഈ എത്ര കുഴിച്ചിടണം ഇങ്ങനെ നിൽക്കണം, അല്ല അതിലൊന്ന് കഴിക്കാം, അല്ല ബ്രദറിന് അറിയാമോ എപ്പോഴാ മരിക്കുന്നത്? അതൊക്കെ പറയാൻ ഒക്കൂ? യോ അങ്ങനെ ഇപ്പൊ പറയാൻ ഒക്കൂ? ചിലപ്പോ 5 വർഷം കഴിഞ്ഞായിരിക്കും, ചിലപ്പോ 10 വർഷം കഴിഞ്ഞായിരിക്കും. ബ്രദറെ എന്നാ പിന്നെ ഇറങ്ങാം? ഇല്ലില്ലില്ല, അടക്കി കഴിഞ്ഞിട്ടേ ഞാൻ ഇറങ്ങും. അല്ല ബ്രദറെ ഇടയ്ക്ക് ഇറങ്ങിയാലും നമുക്ക് അടക്കാനൊക്കത്തില്ലേ? അല്ലല്ല, എന്നാലും മരിക്കുന്ന സമയത്ത് നമ്മൾ കാണും. എന്റെ ഒരു ചിന്ത, ഇവൻ നോക്കിയപ്പോഴേ ഇതിങ്ങനെ യാത്രയൊക്കെ യെരുശലേമിലേക്ക്, ഇപ്പം കൂടെ ഉള്ള ടീം ഒന്നും കണ്ടാൽ ഈ ഒരു പ്രോപ്പർട്ടി ഒന്നും ഉള്ളതായിട്ട് തോന്നുന്നു. നമുക്കാന്നേ വല്ലതും ഭൂസത്തൊക്കെ ഉണ്ടേ. പപ്പ മരിക്കുന്നതിന് മുമ്പ് വേണം നമുക്ക് എന്തെങ്കിലും പ്രിന്റ് ചെയ്ത് നമ്മുടെ ഓഹരി മേടിക്കുക, അത് കഴിഞ്ഞിട്ടാണ്. ഇതായിരിക്കും അവന് തടസ്സം. ഒരുപാട് ആളുകൾക്ക് പ്രശ്നം ഇതാണ്. സെക്യൂരിറ്റി വേണ്ട ബ്രദറെ, നാളെ എന്താകും? അല്ലെങ്കിൽ ജോലിയൊക്കെ വിട്ടേച്ച് പോന്നൊക്കെ പറഞ്ഞാൽ വേറെ ചിലരങ്ങ് വലിയതാ, ഞാൻ ആരുടെ മുന്നേ കൈ നീട്ടുന്നവനല്ല. അങ്ങനെയുള്ള ഒരു സൂചിയുടെ വിലക്ക് ഇറങ്ങരുത്. ഞാൻ കൊടുത്തിട്ടേ ഉള്ളു ബ്രദറെ, മേടിച്ചിട്ട് വാശി പിടിക്കരുതേ. അങ്ങനെ പറഞ്ഞ ഒരുപാട് പേര് മേടിച്ചിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ഇവന്റെ പ്രശ്നം എനിക്ക് തോന്നുന്നു പപ്പായുള്ള സ്നേഹത്തെക്കാൾ നമുക്ക് കിട്ടാനുള്ള വിഷയങ്ങളുണ്ട്. അതായിരിക്കാം. അതെല്ലാം ഒന്ന് റെഡിയാക്കി സ്വരൂപിച്ച് പിന്നെ ഐശ്വര്യമായിട്ട് സ്വത്രം ഹല്ലേലൂയ പറഞ്ഞ് ഒന്നിറങ്ങാം. He couldn't follow. It is hard. It is not easy to be a true disciple. ഫ്രോഡുകൾ ഉണ്ട് കേട്ടോ. ഞാനിവിടെ പറയുന്ന ട്രൂ ഡിസൈപ്പിൾ. യോഹന്നാൻ 8:31 വായിച്ചാൽ നമുക്ക് അവിടെ ഒരു ജെനുവിൻ ഡിസൈപ്പിൾ ആരാണെന്ന് നമുക്ക് പിടികിട്ടും. വചനത്തിൽ നിലനിൽക്കുന്നവനാണ് യഥാർത്ഥ ശിഷ്യൻ, അല്ലാത്തവൻ ഫ്രോഡാണ്. ഇനി മൂന്നാമത്തെ പുള്ളി, മറ്റൊരുത്തൻ ഇവന് ഇനിഷ്യേറ്റ് ചെയ്യാൻ കൊണ്ട്, കർത്താവേ ഞാൻ നിന്നെ അനുഗമിക്കാം. എല്ലാവരും ഉപയോഗിക്കുന്ന ആ വാക്ക് അനുഗമനം. ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. പുള്ളിക്കും ആദ്യം ഒരു പ്രൊജക്റ്റ് ഉണ്ട്. വീട്ടിലോട്ട് ചെന്ന് എല്ലാവരോടും ഗുഡ് ബൈ പറഞ്ഞു. യേശു അവനോട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു. കലപ്പയ്ക്ക് കൈവച്ച് ഉഴുത്തില്ലേ, ഉഴുമ്പോഴ്
പുറമോട്ട് നോക്കി ആരെങ്കിലും മുന്നോട്ടിത് ഈ നിലം ഒഴുമോ? അങ്ങനെയാണെങ്കിൽ നേരെ പോകത്തില്ലല്ലോ. ഇതുപോലെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി കുടുംബവും വീടും വന്നാൽ 3 പേരും അനുഗമിക്കാൻ സാധിച്ചില്ല. നമ്മുടെ വിഷയം ഫോളോ എന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇതൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതാണ്. മർക്കോസ് 1 നമ്മൾ 16, 17 വാക്യങ്ങളിൽ നമ്മൾ നിൽക്കുകയാണല്ലോ. അവിടെയാ അനുഗമനം, കർത്താവിന്റെ ആ കൽപ്പന, അതിന്റെ ആ സീരിയസ്നെസ്. കം ഫോളോ മീ, 17-ാം വാക്യം. ആൻഡ് ഐ വിൽ മേക്ക് and I will send you out to fish for people. Praise the Lord. ചില കാര്യങ്ങളുടെ ഞാൻ ഇവിടെ നിന്ന് പറയാം. നിങ്ങൾക്ക് സമയമുണ്ട് എന്ന് ഞാൻ ചിന്തിക്കട്ടെ. ഇന്നലെ പാസ്റ്റർ പറഞ്ഞു സമയം കുറച്ചുകൂടി എടുത്തോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാ കേട്ടോ. അപ്പൊ ഇവിടെ ഈ മർക്കോസ് 16 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് വിളി അവരുടെ മേൽ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ജീസസ് ആണ്. ജീസസ് അവരെ വിളിക്കുകയാണ്, അവരെ ശിഷ്യത്വത്തിലേക്ക് വിളിക്കുകയാണ്. ഈ ഗലീല ഈ തടാകത്തിന്റെ അരികിൽ അല്ലെങ്കിൽ ആ തീരത്ത് ഇഷ്ടം പോലെ ആളുകളില്ലേ, 100 കണക്കിന് മുക്കവന്മാര്. ഒരു ചരിത്രകാരൻ പറയുന്നത് 300-ഓളം അവിടെ ബോട്ടുകളും കാര്യങ്ങളും, ഇങ്ങനെ ഫിഷർമാന്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഹൺഡ്രഡ്സ് ഓഫ് ഫിഷർമാൻ. പക്ഷെ അവരെ എല്ലാം കൂടെ അല്ല വിളിക്കുന്നത്. നോക്കി, പീറ്റർ, ആൻഡ്രൂ, ജെയിംസ്, ജോൺ, അവരെയാണ് കർത്താവ് വിളിച്ച് ഇറക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ബ്രദറെ ഒരു സത്യാന്വേഷിയായിരുന്നു, അങ്ങനെ അന്വേഷിച്ച് പോയി ഞാൻ കണ്ടെത്തിയതല്ല ബ്രദറെ. കർത്താവ് കൃപയാൽ നമ്മളെ വിളിച്ചതാണ്. അതുകൊണ്ട് ഒന്നും പൊങ്ങച്ചം പറയാൻ നമുക്കില്ല സഹോദരങ്ങളെ. ഇറ്റ് ഈസ് ഗോഡ്സ് ഗ്രേസ് ആൻഡ് ഗ്രേസ് അലോൺ. താൻ തോന്നികളായി നടന്ന നമ്മളെ കൃപയാൽ അവിടുന്ന് വിളിച്ചു. അതുപോലെ ആ വിളിയിൽ നിങ്ങൾ കണ്ടോ, ഡേ ടു ഡേ ലൈഫിൽ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ വിളിച്ചു. ഐഡിലായിട്ടുള്ള ലേസി ആളുകളെ അല്ല കർത്താവ് വിളിച്ചത്. ബിസി ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്ന ആളുകളെയാണ് കർത്താവ് വിളിക്കുന്നത്. മറ്റൊരു ചിന്ത, സാധാരണക്കാരെയാണ് യേശു വിളിച്ചത്. യെസ്, അവർ ഫിഷർമാൻ ആണ്, അവർ ബിസിനസ്മാൻ ആണ്. സാധാരണക്കാരെന്ന് പറഞ്ഞാൽ ഇവരോട് നിങ്ങൾ ചോദിക്കും, ബ്രദർ തിയോളജിക്കലായിട്ട് വല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമോ? ഓർഡിനറി പീപ്പിൾ, ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ മീറ്റ് ചെയ്യുന്ന സാധാരണക്കാരെ. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 26 മുതൽ വാക്യം, സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുവീൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാരെ ഏറെയില്ല, കുലീന്മാർ ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായതും ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. സാധാരണക്കാരായ ആളുകൾ, ഡേ ടു ഡേ ലൈഫിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ ആളുകളെയാണ്. പക്ഷെ ആ വിളിയോടുള്ള പ്രതികരണം നിങ്ങൾ ശ്രദ്ധിച്ചു. ആ കോളിന്റെ അർജൻസിയും കോള് ആരാണ് ചെയ്യുന്നതെന്ന് ഗ്രഹിച്ച് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ് നമ്മളവിടെ കാണുന്നത്. ഈ 2 കൂട്ടരും 18-ാം വാക്യവും അതിന്റെ 20-ാം വാക്യവും ശ്രദ്ധിച്ചാൽ, 18-ാം വാക്യം, അറ്റ് വൺസ് they left their net and followed him. Following involves cost. ഇവിടെ 2 നിലയിൽ നമ്മൾ കാണണം. അനുദിനമുള്ള അനുഗമനത്തിലും ജോലി വിട്ട് മനുഷ്യരെ പിടിക്കുന്നവരാക്കാനുള്ള ട്രെയിനിങ്ങിലേക്ക് വരുന്നത്. ബോത്ത് ഇൻവോൾവ്സ് കോസ്റ്റ്. അവരുടെ വീട്,
അവരുടേതായിട്ടുള്ള ഉപജീവന മാർഗം എല്ലാം വിടുകയാണ്. 20-ാം വാക്യത്തില് സെബദി മക്കൾ എന്ത് ചെയ്തു? Without delay he called them and they left their father Zebedee in the boat with the hired men and followed him. Just like that. യേശു ആരാണെന്ന് ഇവർക്കറിയാം. They have had an encounter with Jesus. പക്ഷെ അവരുടെ റെസ്പോൺസ് കണ്ടോ? They just left. അല്ല ബ്രദറെ, അങ്ങനെ വിടുന്നത് ശരിയാണോ? അത് ഞങ്ങൾക്കറിയത്തില്ല. അധികാരമുള്ളവനായി ഞങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്കകത്ത് there is power. It's calling us. ഞങ്ങൾ അന്തരാത്മാവിനോട് ഇടപെട്ടു. ഇതൊന്നും അല്ല വലുത്, ഇതിനേക്കാൾ വലുതാണ് ദൈവത്തിന്റെ വിളി. ലൂക്കോസിന്റെ സുവിശേഷം 4:38 മുതൽ 5:11 വരെ ഇതിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ ഗ്രഹിപ്പാൻ ആ കാര്യം കൂടെ നിങ്ങളൊന്ന് എഴുതിയിട്ട് പഠിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു. ഐ വിൽ മേക്ക് യു. ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞത് ഒന്ന് പിന്നീട് പറയാമെന്ന് പറഞ്ഞ് ഇപ്പൊ കൂട്ടിച്ചേർക്കുന്നു. ശുശ്രൂഷയ്ക്ക് വിളിയുള്ളവൻ അങ്ങോട്ട് പറയല്ല, അതാവ് എനിക്ക് വലിയ ഇഷ്ടമാണ് പ്രസംഗിക്കാൻ, കേട്ടോ എന്നെ ഒന്ന് പ്രസംഗനാക്കണേ, എനിക്ക് പാടാൻ വലിയ ഇഷ്ടമാണ്, അർത്ഥം ഒന്ന് പാട്ടുകാരനാക്കണേ. നോ, കുശവന്റെ കയ്യിലെ കളിമണ്ണ് എന്നതുപോലെയാണ്. ഐ വിൽ മേക്ക് യു. മനുഷ്യരെ പിടിക്കുന്നതിന് പല ശുശ്രൂഷകളുണ്ട്. പാസ്റ്റർ ആയിരിക്കാം, ഇവാഞ്ചലിസ്റ്റ് ആയിരിക്കാം, പ്രോഫറ്റ് ആയിരിക്കാം, ടീച്ചർ ആയിരിക്കാം, അപ്പോസ്റ്റൽ ആയിരിക്കാം. കർത്താവിനെ അനുഗമിക്കാൻ ഇറങ്ങിയാൽ he will make you. ഇതാണ് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. കർത്താവ് നമ്മളെ ഒരു വെല്ലുവിളിയാണ് വിളിക്കുന്നത്, to become his disciples. ഞാൻ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരോട് പറയാം, ശിഷ്യത്വം എന്ന പാഠം നിങ്ങൾ ഇന്നു മുതൽ പഠിക്കുവാൻ, നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. നിങ്ങളത് ഗൗരവമായി എടുത്തിട്ടില്ലെങ്കിൽ, കർത്താവിന്റെ ഈ കൽപ്പന, ഈ വിളി ഗൗരവമായി ഒന്ന് പഠിക്കാൻ സമർപ്പിക്കപ്പെടണം. It is not easy to follow Jesus. In fact, കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷം, ഞാൻ അതോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, 14-ാം അധ്യായത്തില് അതിന്റെ 25 മുതൽ ഉള്ള വാക്യങ്ങളിൽ 28-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 28 മുതലുള്ള വാക്യങ്ങളിൽ 2 ഉപമകൾ പറയുന്നുണ്ട്. അതിലെ ഒരു ഉപമ, നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിയുവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് അത് തീർപ്പാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ? അല്ലെങ്കിൽ അടിസ്ഥാനം ഇട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം. കാണുന്നവനെല്ലാം ഈ മനുഷ്യൻ പണിവാൻ തുടങ്ങി, തീർപ്പാനോ വകയില്ല എന്ന് പരിഹസിക്കുമല്ലോ. അതാണ് ഒരു ഉപമ. അതിന്റെ കോണ്ടെക്സ്റ്റ് വായിച്ചാൽ, ഏറിയ പുരുഷാരം 25-ാം വാക്യത്തിൽ കർത്താവിന്റെ പുറകെ പോകുമ്പോൾ തിരിഞ്ഞവരോട് ശിഷ്യത്വത്തിന്റെ പാഠമാണ് പറയുന്നത്. ആ പാഠം പറയുന്നതിനിടയ്ക്ക് ഇത് പറയുന്നതിന്റെ അർത്ഥം, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കൺസ്ട്രക്ട് ചെയ്യാൻ പോകുമ്പോൾ ആദ്യം എസ്റ്റിമേറ്റ് എടുക്കും. എസ്റ്റിമേറ്റ് എടുത്തിട്ട് നമുക്കത് പൂർത്തീകരിക്കാനുള്ള സാമ്പത്തിക സോഴ്സ് നമുക്കില്ലെങ്കിൽ കർത്താവ് പറയുന്ന പണിയാൻ പോകരുതെന്ന്. അല്ലെങ്കിൽ അടിസ്ഥാനം ഇട്ട ശേഷം പൂർത്തീകരിക്കാൻ ഒക്കത്തില്ലെങ്കിൽ ആളുകൾ കളിയാക്കും. ഇതുപോലെ കർത്താവിന്റെ പുറകെ ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് ഇരുന്ന് കൊടുക്കേണ്ട വിലയെ കുറിച്ച് നന്നായി കണക്ക് കൂട്ടി നോക്കണം. തീർപ്പാൻ വകയുണ്ടോ നോക്കണം. ഇതാ കർത്താവ് പറയുന്നു. നമ്മൾ കേൾക്കുന്ന വേറെ സുവിശേഷമാണ്, നീങ്ങിപ്പോ ഒരു സാരമില്ല, ഒന്നും സാരമില്ല, നീങ്ങിപ്പോയി. ജീസസ് അങ്ങനത്തെ ഒരു സുവിശേഷം പറഞ്ഞിട്ടേ ഇല്ല. രക്ഷ സൗജന്യമാണ്. പക്ഷെ രക്ഷിക്കപ്പെട്ടവൻ അവനെ തന്നെ കൊടുക്കണം. അവന് പിന്നെ ആഗ്രഹങ്ങളില്ല. അതാണ് ശിഷ്യത്വം. നോ അംബിഷൻസ് ഓർ ഡിസയേഴ്സ്. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കാൻ നമ്മൾ ചോദിക്കും, വാട്ട് ഈസ് യുവർ അംബിഷൻ? രക്ഷിക്കപ്പെട്ട ഒരാള്, യേശുവിന്റെ പുറകെ നടക്കുന്ന ഒരാൾ, there is no ambition of his own in this world.
ശരിയായി അനുഗമിക്കുന്ന ഒരു ശിഷ്യനാണെങ്കിൽ അവൻ ഒറ്റ അംബീഷൻ ഉണ്ട്, ടു പ്ലീസ് മൈ ഫാദർ ഇൻ ഹെവൻ ആസ് ഐ ഫോളോ ജീസസ് ക്രൈസ്റ്റ്. ക്രൂശ് എടുത്തുകൊണ്ട് അനുഗമിക്കാനാ വിളി എന്ന് പറഞ്ഞാൽ എന്റെ ഹിതത്തിന് ഞാൻ അനുദിനം മരിക്കുന്ന അനുഭവം. ദാറ്റ് ഈസ് ട്രൂ ക്രിസ്ത്യാനിറ്റി. ഇന്ന് നമ്മൾ കാണുന്നത് പലതും ട്രൂ ക്രിസ്ത്യാനിറ്റി അല്ല എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇൻക്ലൂഡിങ് വേർപെട്ട സമൂഹത്തിൽ നമ്മൾ കാണുന്നു. ഈ നേതാക്കന്മാരും പല ആളുകളും ഒക്കെ they have projected another kind of Christianity. അവർക്കെല്ലാം അവരവരുടെയായിട്ട് താല്പര്യമുണ്ട്. അല്ലെ പിന്നെ നമ്മൾ ഈ വോട്ടിടുകയും രാഷ്ട്രീയമൊക്കെ കളിക്കും. അവരവരുടെ സാമ്രാജ്യം എന്നുള്ള വലിയ വൻ അജണ്ട പലർക്കും ഉണ്ട്. ദാറ്റ് ഈസ് നോട്ട് ക്രിസ്ത്യാനിറ്റി. ജീസസ് നമ്മളെ വിളിക്കുന്നു. ഗലീല കടൽ പുറത്തൂടെ ആ സീഷോറിൽ കൂടെ നടക്കുന്ന യേശു സൈമൺ പീറ്റർ ആൻഡ്രൂവിനെ കാണും. കം ഫോളോ മീ, ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മെൻ. കുറച്ചുകൂടെ അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ he called John and James, come on follow me. ഇന്ന് നമ്മളെ വിളിക്കുന്നു, കം ഫോളോ മീ and I will make you fishers of men. Following Jesus. അതിനുവേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ. അതിനു വേണ്ടിയാണ് നമ്മളെ ഈ പുതിയ ജനനത്തിലേക്ക് കർത്താവ് കൊണ്ടുവന്നത്. അല്ലാതെ ഈ ഭൂമി കാർ മേടിച്ച് വീട് വെച്ച് പിള്ളേരെ എഞ്ചിനീയറും ഡോക്ടറും ആക്കാനല്ല. അതാകുമോ ആകാതിരിക്കോ ദൈവഹിതം പോലെ. ഞാൻ എൻ്റെ പിള്ളേർക്ക് വേണ്ടിയാ ബ്രദറേ ജീവിക്കുന്നു. കർത്താവിന് വേണ്ടി ജീവിക്കാൻ മാമേ. മുൻപേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കും, അതോടുകൂടി എല്ലാം കിട്ടും. അങ്ങനെ അല്ലല്ലോ. ഉണ്ണാനുള്ളത്, കുടിക്കാനുള്ളത്, ധരിക്കാനുള്ളത് തരാം. ബേസിക് നെസസിറ്റി. ഞാൻ ക്ലോസ് ചെയ്യുമ്പോ ഇങ്ങനെ പറയാം, കർത്താവിന്റെ വേലയ്ക്കായി വിളിക്കപ്പെട്ടവരെ ഇനി എന്തിനാ നിൽക്കുന്നത്? ചിലരെ മിടുക്കന്മാരുണ്ട്. ഞാൻ 5 വർഷം ബ്രദറെ ബ്രാക്കറ്റ് പീരീഡ് എന്നാ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഇന്ന് വരെ മനസ്സിലാകാത്ത ഈ സംഭവമാണ്. എന്ത് ഈ ബ്രാക്കറ്റ് പീരീഡ്? ഞാൻ ജോലിക്ക് വേണ്ടെന്നും പറഞ്ഞ് എഴുതി കൊടുത്തപ്പോ ബ്രാക്കറ്റ് കൂട്ടി. ഇല്ലായിരുന്ന ഇന്നും അവിടെ ഇരുന്നേന്. ശിഷ്യരാകാനാ വിളിക്കുന്നത്. ശിഷ്യത്വത്തിലേക്ക് വന്നവരോട് കർത്താവ് മനുഷ്യരെ പിടിക്കുന്നവരാക്കും. അത് വിവിധ നിലയില്ല, ജോലിയോടും കൂടെ ചെയ്യാം. പക്ഷെ ചിലരെ കർത്താവ് പൂർണ്ണ സമയത്തിൽ വിളിക്കുന്നു. നിങ്ങളിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ശബ്ദം നിങ്ങൾക്ക് വേണ്ടിയാണ്. ഞാൻ അങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അവളോടുകൂടെ കർത്താവ് ഒന്ന് പറയട്ടെ. സ്തോത്രം. രണ്ടുപേരും കൂടി ഒന്ന് പ്രാർത്ഥിക്കണം. ഒരു ചെറിയ ആയുസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ആൻഡ് ഇറ്റ് ഇസ് സൂൺ ഫിനിഷിങ് അവേ. എന്നാ അവസാനം we don't know. പക്ഷെ അവസാനം വരുമ്പോൾ ജീസസ് അവിടുത്തെ ഐഹിക ശുശ്രൂഷയിൽ പറഞ്ഞ പോലെ പറയണം. യോഹന്നാൻ 17:4, ഫാദർ ഐ ബ്രോട്ട് യു ഗ്ലോറി. പിതാവിന്റെ ഇഷ്ടം മാത്രം ചെയ്ത പുത്രൻ അവസാനം പറയുന്ന, ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് എന്റെ ഐഹിക ജീവിതം കൊണ്ട് ഞാൻ അങ്ങേക്ക് മഹത്വം കൊണ്ടുവന്നു. നമ്മുടെ ഇഷ്ടത്തെ മാറ്റിവെച്ച് പിതാവിന്റെ ഇഷ്ടം ഭൂമിയിൽ ചെയ്താൽ നമുക്കിത് പറയാൻ കഴിയും, ഐ ബ്രോട്ട് യു ഗ്ലോറി. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.